തലവടി കൃഷിഭവനു കീഴിലെ മകരചാലി പാടത്ത് നെല്ല് സംഭരണം മുടങ്ങി. 350 ക്വിന്റൽ നെല്ലാണ് മൂന്നാഴ്ചയിലേറെയായി ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയിൽ നെല്ല് നശിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. 56 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 14 ചെറുകിട നാമമാത്ര കർഷകരാണുള്ളത്. കഴിഞ്ഞ തവണ പാടശേഖരത്തിൽ 850 ക്വിന്റൽ നെല്ലാണ് വിളവായി ലഭിച്ചത്. എന്നാൽ ഇത്തവണ വേനൽ മഴ മൂലം കൊയ്ത്തിയന്ത്രം പാടത്തിറങ്ങുമ്പോൾ താഴുന്നതിനാൽ നെൽക്കതിരുകൾ കൊയ്തെടുക്കാൻ ആവാത്ത സാഹചര്യമാണ്. തൊഴിലാളികളെ ഉപയോഗിച്ച് നെല്ല് കൊയ്തെടുത്താലും വിളവ് കുറവായതിനാൽ അധിക സാമ്പത്തിക ബാധ്യതയാകുന്നതിനാലാണ് 12 ഏക്കർ സ്ഥലത്തെ കൊയ്ത്ത് ഉപേക്ഷിച്ചതെന്ന് കർഷകർ പറയുന്നു. 18 ദിവസം മുൻപാണ് ഇവിടെ കൊയ്ത്ത് തുടങ്ങിയത്. സംഭരണത്തിന് ചുമതലപ്പെട്ട മില്ലുടമകൾ നെല്ലിന് ഉണക്ക് കൂടുതലായതിനാൽ അരി കുറച്ചേ ലഭിക്കൂവെന്നും ഇത് നഷ്ടമുണ്ടാക്കുമെന്നുമാണ് പറയുന്നത്. സർക്കാർ നൽകിയ പുതിയ നെൽവിത്ത് വിതച്ച് വിളയിപ്പിച്ച കർഷകരെ അതിന്റെ ഗുണനിലവാരത്തിന്റെ പേരിലും കടുത്ത വേനലിലുണ്ടായ ഉണക്കിന്റെ പേരിലും പീഡിപ്പിക്കുന്നത് കൊടിയ കർഷക വഞ്ചനയാണെന്നും കർഷകർ പറയുന്നു. കൃഷി ഓഫീസർ വിളിച്ച് പറഞ്ഞു, പാടി ഓഫീസർ വന്ന് QC ചെക്കിങ് ചെയ്ത് അവർ ചെയ്തപ്പോൾ ഈർപ്പവും ഇല്ല. വെള്ളയരി ചെയ്തേക്കുന്നത് 15%, വെള്ളയരിയുടെ 15% ഈർപ്പവും, ഉമയെന്ന് പറഞ്ഞ വിത്തിൻ്റെ നെല്ല് 17% ഈർപ്പമാണ് QC ഓഫീസർ എഴുതി തന്നേക്കുന്നത്. എന്നിട്ട് മില്ലുകാർ വന്ന് ഇതെടുക്കാനും അവർ യാദൃശ്യം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് ഞാൻ പണയം വെച്ചിട്ട്, ഞാൻ ഇവിടെ ഉള്ള ആളല്ല, ഞാൻ നിരണത്തുകാരനാണ്. തലവടി വന്ന് പാട്ടത്തിൻ്റെ അടുത്താണ് 20 ദിവസമായിട്ട് 3-4 ബംഗാളി ഒരു മലയാളിയും വെച്ചിട്ട് മൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ എന്താണ് ഒരു കർഷകൻ, ഒരു ചെറിയ കർഷകൻ എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? കൊയ്തെടുത്ത നെല്ല് പാടത്തും വരമ്പിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. വേനൽ മഴയിൽ നെല്ല് നനഞ്ഞു പോകാതിരിക്കാൻ കർഷകർ കാവലിരിക്കുന്നു. തലവടി കൃഷിഭവനു കീഴിൽ ഏറ്റവും ഒടുവിലായി കൊയ്ത പാടമാണിത്. മറ്റെല്ലായിടത്തും നെല്ല് കയറിപ്പോയി. മുഞ്ഞയുടെ ആക്രമണത്തിൽ ഇത്തവണ ഭൂരിഭാഗം കർഷകർക്കും കൃഷി വലിയ നഷ്ടമായിരുന്നു.